Hello and welcome back to Ziyas recipes. അപ്പം സമൂസൻ്റെ ഷീറ്റൊക്കെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ സമൂസ ഷീറ്റൊക്കെ നമ്മളത് മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കട്ട് ചെയ്യില്ലേ, പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്യുന്നത് പോലെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. പിന്നെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിന് ആവശ്യമായിട്ട് ഒരു ടീസ്പൂണ് ചില്ലി പൗഡർ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുനാരങ്ങ നീര് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വിനീഗറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ സ്വിസ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഷീറ്റ് വേണം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ. ഇവിടെ ഞാൻ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ സമൂസ ഷീറ്റ് പകുതി എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇനിയിപ്പം പൊടിഞ്ഞതൊക്കെ കാണുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്ന് കാണാനുള്ള ഒരു ഭംഗിക്ക് മാത്രമാണ് ഞാൻ നീളത്തിലെടുത്തത്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള സമൂസ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ചിക്കന് നന്നായിട്ട് കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പം അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നീളത്തിൽ നമ്മുടെ കയ്യിലേക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ചിക്കൻ്റെ പീസസും വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ വളരെ കനം കുറഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പം ലോങ് സ്റ്റിക്ക് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ചെറിയ ചിക്കൻ പീസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പീടിയായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നീളത്തിൽ തന്നെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നല്ല ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനിയിപ്പം ചെറിയ പീസസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ സമൂസ ഷീറ്റ് പൊടിഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് അതിനോട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ചിക്കൻ്റെ മുകളിൽ നമ്മൾ സമൂസ ഷീറ്റ് ഇങ്ങനെ പരത്തിയത് ഇത്രയ്ക്കും ടേസ്റ്റ് ആണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അത് കഴിക്കുമ്പോഴേ അറിയുള്ളൂ അതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റും ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുക്കാം. ഇവിടെ കംപ്ലീറ്റ് സ്നാക്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരാനുണ്ട്. എന്നാൽ സമൂസ ഷീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോകും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഭാഗം അങ്ങ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗം അങ്ങ് മറിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കളറിൽ ഇത് കോരി മാറ്റാണ്. ഉൾഭാഗം ഫ്രൈ ആവണം. എന്നാൽ തന്നെ സമൂസൻ്റെ തോലാണെങ്കിൽ ഒരുപാട് കരിഞ്ഞും പോകരുത്. ഈ ഒരു രീതിയിൽ വേണം ഇത് കോരി മാറ്റാൻ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മൾ കുട്ടികളെ കയ്യിലൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.